ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ADV റലം ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത്. ടുഡേ ഐ ഗോട്ട് സംതിങ് സൂപ്പർ ഫൺ ലൈൻഡ് അപ്പ് ഫോർ യു ഗൈസ്. ഇന്ന് ഞാൻ ഒരു 5 സ്നാക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 5 സ്നാക്സ് നമ്മൾ ഇന്ന് കഴിച്ച് അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ക്രഞ്ചിനെസ്, അതിൻ്റെ എല്ലാ ഓവറോൾ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിന് 10 റേറ്റിംഗ് കൊടുക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതാ ഇത് കുറച്ച് മുന്നേ കണ്ട ഷോട്ടുകളെല്ലാം ഞാൻ ഒരു നെക്ക് മൗണ്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. അതായത് നമ്മുടെ ഫ്രണ്ടിലെ POV ഷോട്ടുകളൊക്കെ എടുത്തത് ഒരു നെക്ക് മൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ടെലസിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക. വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഇതെങ്ങനെ സെറ്റ് ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് നമ്മുടെ സ്നാക്സ് റേറ്റിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ എല്ലാ സ്നാക്സും ഇവിടെ എൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരേ സ്നാക്സ് ആയിട്ട് എടുത്ത് കാണിക്കാം. ഞാൻ ആകെ 5 സ്നാക്സാണ് വാങ്ങിച്ചത്. ആ 5 സ്നാക്സിൽ 4 എണ്ണം ഈ ഒരു സ്പെസിഫിക് ബ്രാൻഡിൻ്റെയാണ്, പിന്നെ ഒരെണ്ണം വേറൊരു സ്പെഷ്യൽ ബ്രാൻഡിൻ്റെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പതിയെ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ ഏത് കഴിച്ചു നോക്കണം. ഞാൻ എടുക്കുന്ന തുടങ്ങാം, ഈ ഒരു അറ്റത്തുനിന്ന് തുടങ്ങാം. അതായത് ഓൾ ഇൻ വൺ ഒരു മിക്സർ കൈൻഡ് ഓഫ് സാധനമാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് ഗൈസ്. ഓക്കേ, എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് വായിച്ചോ. ഫൈനസ്റ്റ് ക്വാളിറ്റി, ഫ്രഷ് ആൻഡ് ക്രിസ്പി ആൻഡ് ഈക്കോ ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ. പാക്കേജ് വൈസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, എനിക്ക് കൊതി വരും, ഞാൻ പൊട്ടിക്കട്ടെ. അതിൻ്റെ സ്മെല്ലൊക്കെ ഇതൊരു ചാട്ടിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഒരു ചാട്ട് കൈൻഡ് ഓഫ് സ്മെല്ല് അടിക്കുന്നുണ്ട്. അധികം സ്ട്രോങ് അല്ല, എന്നാലും ഒരു മല്ലിയുടെ ഫ്ലേവർ, ഒരു ഫീലിംഗ് ഉണ്ട്. എനിവേ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതും തന്നെ എൻ്റെ കയ്യിലേക്ക് ഒരു കാഷ്നട്ടൊക്കെ ചാടി വന്നിട്ടുണ്ട്. മൈൽഡായിട്ടുള്ള ഫ്ലേവേഴ്സ് കേട്ടോ, അധികം സ്പൈസി അല്ല, കൊള്ളാം. ഇത് എങ്ങനത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ട്രഡീഷണൽ മിക്സ്ചർ പോലെയല്ല കേട്ടോ. സിമിലർ തന്നെ, എന്നാലും ടേസ്റ്റ് വൈസ് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ആ ഒരു എരിവുള്ള മിക്സ്ചർ ടൈപ്പ് അല്ല, എന്തായാലും ഒരു വേറെ കൈൻഡ് ഓഫ് ഫ്ലേവറും ടേസ്റ്റൊക്കെ തന്നെ. എപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണമൊക്കെ അടിക്കുമ്പോഴെന്ന് കഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. 7 ഔട്ട് ഓഫ് 10 ആണ് ഞാൻ ഈ ഒരു സ്നാക്കിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെക്സ്റ്റ് ഞാൻ ഈ ഒരു പച്ച കളർ കണ്ടിട്ടുണ്ട് അടുത്ത്. പച്ച കളറ് സെയിം ബ്രാൻഡിൻ്റെ തന്നെ നവരത്നൻ മിക്സ്. ഓക്കെ, ഡിലീഷ്യസ് ബ്ലെൻഡ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് വിത്ത് ഇന്ത്യൻ സ്പൈസസ്. ഓക്കെ ഫൈൻ, സെയിം അതിൻ്റെ ബാക്ക് അതേപോലെ തന്നെ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ പോലെയായി ലാസ്റ്റ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇതിൻ്റെ സ്മെല്ല് നോക്കാം. സിമിലർ സ്മെല്ല് കേട്ടോ നേരത്തെ കഴിച്ച ഒരു ഇത് ഇത്രയും കൂടി സ്വീറ്റ്നെസ് കലർന്ന ഒരു സ്മെല്ല് കൂടിയാണ് കേട്ടോ. കഴിക്കോട്ടെ. റൈസിനാണ് ആദ്യം കിട്ടിയത്. ഇതേ കുറേ റൈസിൻ പൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടതേ കണ്ടോ ഓടോ. കഴിച്ചത് കൊള്ളാം കേട്ടോ. രണ്ടാമത് കഴിക്കാൻ ഇച്ചിരി മധുരവും ഇച്ചിരി സ്പൈസിനെസ്സും അങ്ങനെ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അത് ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 7.5 കൊടുക്കാനായിട്ട് പറ്റും. ഏകദേശം
നെക്സ്റ്റ് വൺ ഇസ് ദിസ് റോസ്റ്റഡ് കപ്പലണ്ടി. വാട്ട്? ക്ലാസിക് റോസ്റ്റഡ് ക്രഷ്ഡ് പീനട്ട്. ഇത് നല്ല വലിയ കപ്പലണ്ടിയാണോ ഗൈസ്? ഓ, ലുക്ക് അറ്റ് ദി സൈസ്. കപ്പലണ്ടി ആക്കുമ്പോൾ ട്രഡീഷണൽ രീതി കഴിഞ്ഞു. ദിസ് ഐ നോ കപ്പലണ്ടി. എല്ലാത്തിലും ചാറ്റ് മസാലയുടെ ഫ്ലേവറാണ്. ഇതെന്താണെന്ന് അറിയില്ല, എല്ലാത്തിലും ചാറ്റ് മസാലയുടെ ഫ്ലേവർ ഉണ്ട്. അതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ഗിവ് ദിസ് 6 out of 10 ഗൈസ്. ഈ ഒരു സ്പെസിഫിക് ബ്രാൻഡിൻ്റെ ലാസ്റ്റത്തെ സ്നാക്കായിട്ടുള്ള ഷിങ്ജിയ. അപ്പോൾ വി ഹാവ് 7, 7.5 and 6 out of 10 മേടിച്ച 3 സ്നാക്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇനി ഇത് തിരിച്ച് പൊട്ടിച്ചാലേ വഴിയുള്ളൂ, കാരണം ഇവിടെ ഒരു പൊട്ടിക്കുന്ന സാധനം പറ്റുള്ളൂ. ഇതിന് കുറച്ച് ഡിഫറെൻറ്റ് സ്മെല്ലുണ്ട് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചറും സംഭവങ്ങളൊക്കെ നോക്കാം. സിമിലർ ടു ദി പ്രീവിയസ് വൺ, ബട്ട് കൈൻഡ് ഓഫ് സ്മോൾ ഇൻ സൈസ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറയാം, ഇതെനിക്ക് തീരെ പിടിച്ചില്ല. 5 out of 10, 5. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ കയ്യിലുള്ള സ്നാക്ക് ഏതാണെന്നല്ലേ, നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്രാവിൻ എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്കാണ്. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കാൻ പോണത്. ഇതിനാടാ ചിപ്സ് തിന്നിട്ട്. കപ്പുണ്ടെങ്കിൽ ഇത് പറയാനെങ്കിലും പറ്റും, ചിപ്സ് ഉണ്ടെങ്കിൽ എന്തിനാ. നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ സ്മെല്ലാണ് അറിയുന്നത്. സ്മെൽ വൈസ് കൊള്ളാം. ഫസ്റ്റ് ഇംപ്രഷൻ നൈസ്. ഉഗ്രൻ ചിപ്സ് എടുത്തിട്ടുണ്ട്. വാട്ട് എ ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പ് കണ്ട, ജസ്റ്റ് ലൈക്ക് അവർ ലൈസ്, ബട്ട് ഇത്രയും കൂടി കട്ടിയുണ്ട് ഇതിന്. നോട്ടെ ടേസ്റ്റ്. ഇനി ടേസ്റ്റ് വൈസ് ഓക്കെ ആണ് ബെറ്റർ. നോട്ട് ബാഡ്. പൊട്ടറ്റോ ചിപ്സ് ആ ഒരു ടാങ്കി ടൊമാറ്റോ ഫ്ലേവറും കൂടി ഉണ്ട്. കൊള്ളാം, അത്യാവശ്യം ഇഷ്ടമായി. ഹാർഡല്ല, സോഫ്റ്റ് അല്ല, അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ചിപ്സ്. ഇതിൻ്റെ ടേസ്റ്റ് വൈസും ഇതിൻ്റെ സ്മെൽ വൈസ്, ഇതിൻ്റെ ക്രിസ്പിനെസ്, ഇതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 8 out of 10 ആണ് ഗൈസ് ഞാൻ ഈ ഒരു ചിപ്സിന് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇവനെന്തിനാണ് ഈ ചിപ്സൊക്കെ മേടിച്ചിട്ട് വെറുതെ തിന്ന് നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് ചെയ്യണമെന്ന്. ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ വന്ന ഐഡിയയാണ്. ഇപ്പോൾ വൈകുന്നേരം ഞാൻ സൈക്കിളിൽ, നിങ്ങൾ നേരത്തെ കണ്ട പോലെ സൈക്കിളിൽ ബേക്കറിയിൽ പോയി സാധനം മേടിച്ചു, തിരിച്ചു വരുന്നു, കഴിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കാണുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു കണ്ടൻറ്റായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.